ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മോഡേൺ ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട ഫുൾ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോയല്ലോ. അതായത് മോഡേൺ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ചോദിച്ചത് CAPF AC UPSC എക്സാം 2024 ക്വസ്റ്റ്യനാണിത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്? ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് മെറ്റ് ഇൻ ലണ്ടൻ നവംബർ 1932 വിത്തൗട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് കോൺഗ്രസ്. 1932 തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ വെച്ച് നടന്നു, അതായത് കോൺഗ്രസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ. ഇതൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡിസ്കഷൻ ഇൻ ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലെഡ് ടു പാസിംഗ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ ഡിസ്കഷന് ശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സായതെന്നാണ്. ഇതും ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഡിഡ് നോട്ട് ഫേവർ ദ ഐഡിയ ഓഫ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രൊവിൻഷ്യൽ ഓട്ടോണോമിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിയാണോ നോക്കാം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ഓപ്ഷനും കൂടി ഉണ്ട്, കാണിക്കാവേ. അടുത്ത ഫോർത്ത് ഓപ്ഷൻ, ദ ഗവർണർ വാസ് നോട്ട് ഗീവൺ എനി പവർ ഇൻ ദ ആക്ട് 1935 ടു ടേക്ക് ഓവർ ദ റൺ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രൊവിൻസസ്. അതായത് ഇത് പറഞ്ഞു വെച്ചാൽ 1935 ആക്ട് പ്രകാരം ഗവർണർക്ക് ഒരു പവറും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു പവർ കൊടുത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് 35 ആക്ട് പ്രകാരം. സോ ഇതും ഒരു 1935 ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. സോ ഓപ്ഷൻസ് 3, 4, 1, 2, 2, 3, 1, 3. സോ മെയിൻലി ഈ ക്വസ്റ്റ്യൻ, അതായത് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൊത്തം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നിന്നും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടോപ്പിക് വിശദമായിട്ട് പഠിക്കണം. ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. നിങ്ങളതിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയാം, പഠിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിക്കാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയെന്ന് വെച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ദ ആക്ട് വാസ്, ഇതിനോട് പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ ഈ ആക്ട് എന്ത് പ്രകാരമാണ് ഇന്ത്യയിൽ വന്നത്. ദ ആക്ട് വാസ് ബേസ്ഡ് ഓൺ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വൈറ്റ് പേപ്പർ ഡിസ്കഷൻ. അതായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരവും റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ പരിണിത ഫലമായിട്ടും വൈറ്റ് പേപ്പർ ഡിസ്കഷന് ശേഷവുമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത്. ഓക്കെ, ഇറ്റ് ബിക്കെയിം ദ ലോങ്ങസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ബില്ലായിട്ട്, ആക്റ്റായിട്ട് ഇത് മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിൽ തന്നെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി. അതായത് ഇപ്പോൾ പ്രവിശ്യ ഭരണം. ഓക്കെ, നമുക്കൊരു പ്രവിശ്യകളുണ്ടല്ലോ, മദ്രാസ് പ്രവിശ്യ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രവിശ്യകളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, അതായത് 1935 പ്രൊവിൻസസ് ആർ കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ് ഹെവിലി. അതായത് 35 മുമ്പ് പ്രൊവിൻസസ് മൊത്തം കൺട്രോൾ ചെയ്ത് ബ്രിട്ടീഷാണ്, ഹെവിലി കൺട്രോൾ ചെയ്ത്. അതായത് എല്ലാ പ്രവിശ്യകളും ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരധികാരവും എടുക്കാനുള്ള പവറില്ലായിരുന്നു. പക്ഷേ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ ശേഷം പ്രൊവിൻസസ് റിസീവ്ഡ് ഓട്ടോണമി. അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സിനും എല്ലാവർക്കും പവർ കിട്ടി തുടങ്ങി. അതായത് അവിടെ പവർ കൊടുത്തു. നമ്മുടെ മിനിസ്റ്റേഴ്സിന് നിയമം നടപ്പിലാക്കാനും നിയമം സൃഷ്ടിക്കാനൊക്കെ ഉള്ള പവർ ആ ഓരോരോ പ്രവിശ്യകൾക്കായിട്ട് കൊടുത്തു. ഓക്കെ, അടുത്ത് ഡയാർക്കി ഇൻ പ്രൊവിൻസസ് വാസ് റിമൂവ്ഡ്. അതായത് ഡയാർക്കി ഇൻ പ്രൊവിൻസസ് നമുക്ക് ഇതൊരു ഞാൻ എക്സ്ട്രാ പോയിന്റിൽ ആഡ് ചെയ്താണ്. നമുക്കിത് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത് ആക്ട് പ്രപ്പോസ്ഡ് ഫെഡറൽ സ്ട്രക്ചർ. അതായത് ഫെഡറൽ സ്ട്രക്ചറാക്കി മാറ്റി. അത് പിന്നെ അത്ര ഇംപ്ലിമെൻ്റ് ആയില്ല, വേറെ കാര്യം. പിന്നെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ വാസ് ഇംപ്ലിമെൻറ്റഡ് നോട്ട് ഫുള്ളി ബട്ട് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ്. അതായത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് പ്രപ്പോസ് ചെയ്തു, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മൊത്തം എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓൾ ഇന്ത്യ എല്ലാവരും കൂടി ഒരുമിപ്പിക്കാനുള്ള ഫെഡറേഷൻ നോക്കി, പക്ഷേ അത് പ്രപ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പവേഴ്സ് ഓഫ് ഗവർണർ. അതായത് ഗവർണറുടെ പവർ ഒട്ടും കുറഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം. ഇവരുടെ ഈ ആക്ട് പാസ്സായപ്പോഴും ഗവർണറുടെ പവർ കുറഞ്ഞില്ല. പവേഴ്സ് ഓഫ് ഗവർണറിന് മിനിസ്ട്രീസ് ഡിസ്മിസ് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യാനും ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്യാനും ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുൾ പവേഴ്സ് കൊടുത്തു. ഓക്കെ, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടും ഗവർണറുടെ പവറിന് ഒരു കുറവുണ്ടായിട്ടില്ല. ഓട്ടോണോമി വാസ് ഗിവൺ ബട്ട് ഗവർണർ റിമൈൻഡ് പവർഫുൾ.
ഓട്ടോണോമി കൊടുത്തു, പക്ഷേ അവർക്ക് ഭരണം കൊടുത്തു. പക്ഷേ ഗവർണർക്ക്, അതായത് ഗവർണറാണല്ലോ ഏറ്റവും തലപ്പത്തിരിക്കുന്നത്, ഗവർണറുടെ പവറിന് ഒരു കുറവ് കൊടുത്തില്ല. ഗവർണർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനുള്ള അധികാരം അപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ. ദെൻ ഡയാർക്കി, ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ പോയിൻ്റില്ലേ, അതാണ് ഡയാർക്കി. ഓക്കെ. ഡയാർക്കി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതായത് സബ്ജക്റ്റും പവേഴ്സും. ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് അതായത് നമ്മളെ പവേഴ്സും സബ്ജക്റ്റും ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡിവൈഡ് ചെയ്ത് ഭരിക്കുന്നതിനാണ് ഡയാർക്കി എന്ന് പറയുന്നത്. അതായത് 1990 ഡയാർക്കി ആയിട്ട് കൊണ്ടുവന്നത്. ആ 1990 ഡയാർക്കി എക്സിസ്റ്റ് ചെയ്ത് പോയിൻറ്റ്സ്, അത് പ്രവിശ്യകളിൽ മാത്രമായിരുന്നു ഡയാർക്കി ചെയ്യുന്നത്. പവേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് പ്രവിശ്യകളിൽ മാത്രമായിരുന്നു. പക്ഷേ 1935 അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷം ഈ ഡയാർക്കി സെൻട്രലിലേക്ക് മാറ്റി. ഈ 1935 ഇറ്റ് റിമൂവ്ഡ് അറ്റ് സെൻട്രൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. 1935 ഡയാർക്കി എക്സിസ്റ്റഡ് ഇൻ പ്രൊവിൻസസ് റിമൂവ്ഡ് ആൻഡ് സെൻട്രൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് പ്രൊവിൻസസിലുണ്ടായിരുന്ന ഡയാർക്കി സെൻട്രൽ ഡയാർക്കിയാക്കി മാറ്റി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, മനസ്സിലാക്കി വയ്ക്കുക. അടുത്തതാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. അതായത് ഇവർ കാണിച്ച വലിയൊരു തെണ്ടിത്തരാണ്. അങ്ങനെ ഓക്കെ നമുക്കത് പഠിക്കാം. കമ്മ്യൂണിറ്റി വോട്ട് സെപ്പറേറ്റ് ഫോർ ഇറ്റ്സ് ഓൺ കാൻഡിഡേറ്റ്. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ അവരുടെ മതക്കാർക്ക്, അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. അതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. അതായത് മുസ്ലിംസിനെ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ, സിഖുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്ത്യൻസിന് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആംഗ്ലോ ഇന്ത്യൻസിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവന്നതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. ഓക്കെ. ദെൻ ഗവർണർ ജനറൽ പവേഴ്സ്. അതായത് ഗവർണർ ജനറൽ, അത് ഇന്ത്യ ഏറ്റവും അന്ന് ബ്രിട്ടീഷ് സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തിയായിരുന്നു ഗവർണർ ജനറൽ. പുള്ളിയുടെ പവേഴ്സ് എപ്പോഴും റിമെയിൻഡ് സെയിം. മോസ്റ്റ് പവർഫുൾ അതോറിറ്റി ആയിട്ട് തന്നെ പുള്ളി അന്നും തുടർന്നു. പുള്ളിയുടെ പവറിന് ഒരു കുറവും ഒരു കോട്ടവും എന്നും തട്ടിയിട്ടില്ല. ഓക്കെ. പുള്ളിയുടെ കയ്യിലായിരുന്നു ഡിഫൻസ്, ഫിനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, എമർജൻസി പവേഴ്സ്. ഈ പവേഴ്സ് രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പവേഴ്സ് മുഴുവൻ പുള്ളിയുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷ് റിട്ടൈൻഡ് അൾട്ടിമേറ്റ് കൺട്രോൾ ത്രൂ ഗവർണർ ജനറൽ. അതായത് ബ്രിട്ടീഷ് അവരുടെ കൺട്രോള് ഗവർണർ ജനറലിലൂടെ പിടിച്ചു. അവരിത് കാണിക്കുന്ന പോലെ കൊടുത്തെങ്കിലും അവരുടെ പവർ മൊത്തം ഗവർണർ ജനറൽ കയ്യിൽ അപ്രൂവ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇതാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു മാർക്ക് പോലും മിസ്സാവില്ല. ഓക്കെ. നമുക്കിനി ആൻസർ ചെയ്താലും മറ്റേ ക്വസ്റ്റ്യൻ. നിങ്ങൾ റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് ഇത് കാണാം. ഓക്കെ. അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് മെറ്റ് ഇൻ ലണ്ടൻ 1932. കറക്റ്റാണ്, നവംബറിൽ 1932 നമ്മൾ പഠിച്ചതാണ്. വിത്തൗട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് കോൺഗ്രസ്. ശരിയാണ്. തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും കോൺഗ്രസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ. അടുത്ത് ദ ഡിസ്കഷൻ ഇൻ ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലെഡ് ടു പാസിംഗ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതും ശരിയാണ്. അതായത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ 3ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സായത്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. അടുത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ആൻസർ ചെയ്യുക. ഓക്കെ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഡിഡ് നോട്ട് ഫേവർ ദ ഐഡിയ ഓഫ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി. അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി വരാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രൊവിൻഷ്യൽ ഓട്ടോണോമിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പാസ്സായ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ. സോ അത് റോങ് ഓപ്ഷനാണ്. അതിന് ഫേവർ ചെയ്തിട്ടില്ല, ഫേവർ ചെയ്തിട്ടുണ്ട്. നോട്ട് ഫേവർ എന്നല്ല, ഫേവേർഡ്. ഓക്കെ. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്, 3 തെറ്റാണ്. ദെൻ ഓപ്ഷൻ 4, ദ ഗവൺമെൻറ് വാസ് നോട്ട് ഗീവൺ എനി പവർ ഇൻ ആക്ട് ഓഫ് 1935 ടു ടേക്ക് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ്. അതായത് ഗവർണർക്ക് ഒരു പവറും കൊടുത്തു. ഗവർണർ വാസ് നോട്ട് ഗീവൺ എനി പവർ എന്നാണ് പറഞ്ഞത്. അതായത് ഗവർണർക്ക് ഒരു പവറും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, ഗവർണർക്ക് എല്ലാ പവറും കൊടുത്തു. മിനിസ്ട്രികൾ കളയാനും പിന്നെ എന്തൊക്കെയായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യാനും പിന്നെ ഡിസ്ക്രിഷണറി പവറുകളും മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ചെയ്യാനൊക്കെ ഉള്ള പവേഴ്സ് ഗവർണർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. സോ അതും തെറ്റായ ഒരു ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. സോ 3, 4 തെറ്റാണ്. അപ്പോൾ അത് 3, 4 ഒഴിവാക്കാം. നമുക്ക് 1, 2 ഓപ്ഷൻ ശരിയാണ്. സോ ഇതാണ് ആൻസർ. ഇതിൽ 3 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ 1 and 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. 1 and 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും ചോദിച്ചാൽ ഇനി മിസ്സാവില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതിന് അടുത്ത ക്വസ്റ്റിനായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.